ും അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം എടുക്കാൻ പോവാണ്. എല്ലാവരും ശരിക്കും പോലെ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞത് വണ്ടികളായിട്ട് ഉപയോഗിക്കാനും പിന്നെ ഭാരങ്ങളൊക്കെ ചുമക്കാനൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു എന്നാണ്. പക്ഷെ ആ പ്രവർത്തനം ഇപ്പോഴൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ജംഗൽ മേ കാട്ടിൽ ചോട്ടെ ബഡേ ഹർ തറഹ്ക്കെ ചോട്ടെ ചെറുതും ബഡേ വലുതുമായ ഹർ തറഹ്ക്കെ പലതരത്തിലുള്ള ജാൻവർ ഹോത്തേ ഹി മൃഗങ്ങളുണ്ടാകുന്നു. അതാണല്ലോ കാട്ടിൽ വലുതും ചെറുതുമായ എല്ലാ മൃഗങ്ങളും ഉണ്ടാകും. ചോട്ടെ ജാൻവറോമേ ചെറിയ മൃഗങ്ങളിൽ ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ, ഗീദഡ് കുറുക്കൻ, ലോംടി അതും കുറുക്കൻ തന്നെ, ബന്ദർ കുരങ്ങൻ, ഓർ ഹിറൻ, മാൻ വഗൈറ അതെല്ലാത്തതും അല്ലേ. ഇതൊക്കെ എന്താണ് ചെറിയ ചെറിയ മൃഗങ്ങളാണ്. നാ ബഡേ ജാൻവറോമേ നാ വലിയ മൃഗങ്ങളിൽ ഹാത്തി, ആന, ജിറാഫ്, നീൽഗായെ, കാട്ടുപോത്ത്, ഓർ ജീബ്ര ഇതൊക്കെ എന്താണ് വലിയ മൃഗങ്ങളിൽ പെട്ടതാണ്. ഉൻകെ അലാവ അവകളെ കൂടാതെ തന്നെ ഷേർ, പുലി, ചീറ്റപ്പുലി, ലക്കഡ് ബഗ്ഗ കഴുതപ്പുലി അല്ലേ, ലക്കഡ് ബഗ്ഗ, പിന്നെ ബേഡിയ, ചെന്നായ, ഓർ ബാലു എന്ന് പറഞ്ഞാൽ കരടിയും, ബി ഹൈ അവകളും ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ ജീബ്ര, ജിറാഫ് അത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ കഴുതപ്പുലിയും പിന്നെ കരടിയുമൊക്കെ എന്താണ് അവിടെ നിന്ന് വലിയ മൃഗങ്ങളാണ്. ഇവകളൊക്കെ ഏതാണോ ദറന്തേ കഹ്ലാത്തേഹി ദറന്തേ എന്ന് പറഞ്ഞാൽ ഹംസ്ര ജന്തുക്കൾ എന്ന് പറയും. ഹംസ്ര എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരായാലും അതായത് ആക്രമിക്കാൻ സാധ്യതകളുള്ള മൃഗങ്ങളെന്ന് കഹ്ലാത്തേഹി വിളിക്കപ്പെടുന്നു. കഹ്ലാന എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുക. ഓക്കെ. ഗോഷ്ട് ഹൂർ ഹോത്തേ ഹേ ഇവകൾ മാംസബുക്കുകളുമാണ് അല്ലേ. ഇവരൊക്കെ ഇറച്ചി തിന്നുന്നതാണ്. ഗോഷ്ട് പറഞ്ഞാൽ ഇറച്ചി എന്നാണ്. ഗോഷ്ട് ഹൂർ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ. അപ്പോൾ ഗോഷ്ട് ഹൂർ എന്ന് പറഞ്ഞാൽ മാംസബുക്കുകൾ എന്നാണ്. അതായത് മാംസം മാത്രം കഴിക്കുന്ന മൃഗങ്ങൾ എന്നാണ് ഇവകളെ പറയാം. ബാസ് ജാൻവർ ഗാസ് പൂസ് ചില മൃഗങ്ങളോ ഗാസ് പുല്ല്, പൂസ് വൈക്കോൽ, പത്തേ ഇലകൾ, ഓർ പൗതേ എന്ന് പറഞ്ഞാൽ ചെടികൾ, ചെടികളൊക്കെ കാത്തേഹി തിന്നുന്നു. ഇവകളൊക്കെ അതാണ് തിന്നുന്നത്. മസലം ഉദാഹരണമായിട്ട് ആരാണ്? ഹാത്തി, ആന, ജിറാഫ്, ഗേണ്ട, കണ്ടാമൃഗം, ജീബ്ര, നീൽഗായെ, കാട്ടുപോത്ത്, ബാരാസംഗ പറഞ്ഞാൽ കൊമ്പുള്ള മാനുകൾ, ഹിറൻ സാധാ മാനുകൾ, ഓർ ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ, വഗൈറ അതല്ലാത്തവ ഇവകളൊക്കെ എന്താണ് ഉദാഹരണമായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുന്ന മൃഗങ്ങളാണ്. ഉൻകെ അലാവ അവകളെ കൂടാതെ തന്നെ ഈ പറഞ്ഞ മൃഗങ്ങളെ കൂടാതെ കുച്ച് ജാൻവർ ചില മൃഗങ്ങൾ പാനിമേ ബി രഹ്തേ ഹേ വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ഏതുപോലെ മച്ഛലി, മീൻ, മഗർമുച്ച്, മുതല, കച്ചുവ, ആമ വഗൈറ അതല്ലാത്തതൊക്കെ ഒരുപാട് മൃഗങ്ങൾ എന്തിലുമുണ്ട്, വെള്ളത്തിലും ജീവിക്കുന്നു. ഉനെ ആബി ജാൻവർ കഹ്തേ ഇവകളെല്ലാം വെള്ളത്തിലുള്ള മൃഗങ്ങളെന്ന് പറയുന്നു. ആബി പറഞ്ഞാൽ വെള്ളത്തിലുള്ള, ജാൻവർ കഹ്തേഹി വെള്ളത്തിലുള്ള മൃഗങ്ങളെന്ന് കഹ്തേഹി വിളിക്കുന്നു പറയുന്നു. സാരേ ജാൻവർ ഈ എല്ലാ മൃഗങ്ങളും ഹമാര നമ്മുടെ കീമത്തി സർമായ കീമത്തി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള സർമായ സമ്പത്താകുന്നു. ഇവകളൊക്കെ അല്ലേ, ഇവകളെ കൊണ്ട് തന്നെ എത്ര ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നടത്തി പോകുന്നു. അതുകൊണ്ട് വിലപിടിപ്പുള്ള സമ്പത്താണ് ഇവകളൊക്കെ. അപ്പം ഉൻകി ഹിഫാസത്ത് കർണ അവകളെയെല്ലാം സംരക്ഷിക്കൽ ഹമാരി നമ്മുടെ ദിമ്മേദാരി ഹേ ഉത്തരവാദിത്തമാകുന്നു. അപ്പം കണ്ട മൃഗങ്ങളൊന്നും നമ്മൾ കൊല്ലാൻ പാടില്ല. അവകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും.